ഗൈസ് അങ്ങനെ എക്സാം ഒക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് കരുതിയപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് വന്നു. ഇനി കുറച്ച് നാൾ പ്രോജക്റ്റിൻ്റെ ടെൻഷനാണ്. അങ്ങനെ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ശാസ്താംകോട്ടയിൽ വന്നു. നമ്മുടെ ലീഡർ അഞ്ജനയാണ്. അപ്പോൾ വരാത്ത ബാക്കി രണ്ടുപേരെയും കൂടെ വിളിച്ചു തിരക്കുകയാണ് അഞ്ജന. ഒരു ലീഡറിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും കുട്ടി കാണിക്കുന്നുണ്ട്. ഉത്തരവാദിത്തത്തോടെ തന്നെ ടെൻഷനുണ്ട്. ആ ടെൻഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ഗൈസ്. അങ്ങനെ വരാത്തവരെയും കാത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ ജിമ്മിലിരിക്കുകയാണ്. അത്രയും നേരവും കൂടെ അവിടെ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതി അവിടെ എല്ലാം ഞാൻ ഓടി നടക്കുകയാണ് ഗൈസ്. അതിൻ്റെ എല്ലാ വീഡിയോയും നമ്മുടെ ക്യാമറമാൻ ആരി എടുക്കാമെന്ന്. ഒരു ക്യാമറമാൻ ആവേണ്ട എല്ലാ കഴിവും കുട്ടിക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ 5 പേരും കൂടെ നേരെ പോകുന്നത് കോളേജിലേക്കാണ്. കോളേജിൽ ചെന്നിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരുന്ന് ചെയ്യാമെന്നായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ പ്ലാൻ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ നേരെ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് അടച്ചിട്ടേക്കുന്നു. എന്താ കാര്യമെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ സാറിനെ വിളിച്ചപ്പോൾ സാറ് സ്ഥലത്തില്ലെന്ന് പറഞ്ഞു. എങ്കിൽ ഞങ്ങൾക്ക് കടയിൽ പോയി ചെയ്യാമെന്ന് കരുതി ഞങ്ങൾ 5 പേരും കൂടെ നേരെ അവിടെ നിന്ന് ശാസ്താംകോട്ടയിലുള്ള ഒരു കഫേയിലേക്ക് പോയി. അവിടെ ചെന്ന് ചെയ്യാൻ നോക്കിയപ്പോൾ അവിടെയും പറ്റിയില്ല. അവസാനം ചെയ്യാനുള്ളൊരു വഴിയൊക്കെ കണ്ടെത്തി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നേരെ കുറേ നാളായാലോ കായൽ കണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഞങ്ങൾ കായലിൽ പോയി. അങ്ങനെ ഞാനും അഞ്ജനയും ആര്യയും കൂടാണ് കായലിൽ പോയത്. ഇതാണ് നമ്മുടെ ശാസ്താംകോട്ട കായൽ. അപ്പോൾ കുറേ നാളായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട് അവിടെ നിന്നിട്ട് കുറച്ച് നേരം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതിന്. അപ്പോൾ അവിടെ കിടക്കുന്ന ബോട്ടിൽ കയറി വീഡിയോ എടുത്താലോ എന്തായിരുന്നു എൻ്റെ ആലോചന. ആ ബോട്ടെങ്ങാനും മുങ്ങിപ്പോയാലോ എന്ന് ഇവർ പറഞ്ഞുകൊണ്ട് ആ സാഹസികതയ്ക്ക് ഞാൻ മുതിർന്നില്ല. എങ്കിലും ബോട്ടിൽ നിൽക്കുന്ന വീഡിയോ വേണമല്ലോ എന്ന് കരുതി ബോട്ടിൽ പോയി പിടിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ വീഡിയോ എല്ലാം അഞ്ജനയാണ് എടുത്തിരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.